ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന കേന്ദ്ര നിലപാട് കടുത്ത നിരാശയാണ് വയനാടിന് സമ്മാനിക്കുന്നത്. കേരളത്തോട് കേന്ദ്രം ചിറ്റമ്മ നയം കാണിക്കുകയാണെന്ന് ഈ നാട്ടുകാർ വേദനയോടെ പറയുമ്പോൾ അതിജീവനം എങ്ങനെ സാധ്യമാകും എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല. ദുരന്തം തകർത്ത ചൂരൽമല ഇന്നൊരു നിശബ്ദ ഗ്രാമമാണ്. പോലീസിന്റെ കർശന നിയന്ത്രണങ്ങൾ മറികടന്നു വേണം ഇവിടേക്കെത്താൻ. ഇന്നിവിടെയുള്ളത് ഈ ചെറിയ 2 ചായക്കടകൾ മാത്രം. പുഴയോട് ചേർന്നുള്ള കെട്ടിടങ്ങൾ ഭൂരിഭാഗവും നശിച്ചിട്ടുണ്ട്. റോഡിന്റെ മറുവശത്തുള്ള കെട്ടിടങ്ങൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുവാദവുമില്ല. നമ്മളൊക്കെ ഒരുപാട് കാലം കച്ചവടം ചെയ്ത് ഇവിടുത്തെ കുറച്ച് വ്യാപാരികള് അവര് ലോണായിട്ടും മറ്റേതൊക്കെ ആയിട്ട് എടുത്ത് ചെയ്യുന്ന ഓരോ സംരംഭങ്ങൾ, അതുപോലെ ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാർ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് അവർക്ക് ഓരോ ജീവിത മാർഗങ്ങളാണ്. ഇതിന്റെ പിന്നിലൊന്നും ഒരു മാഫിയകളോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതിന് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഒരു അപേക്ഷ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ ഇതിന്റെ പിന്നിലൊക്കെ വലിയ മാഫിയകളാണ്, ഇത് തുറക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇനി ഈ നാട് പാടെ ഒഴിവായി പോകണം എന്നുള്ള ഒരു ചർച്ചകളൊക്കെയാണ് പിന്നിൽ വരുന്നത്. വിവിധ തൊഴിൽ മേഖലകളിലായി 100 കണക്കിന് ആളുകൾ ജോലി ചെയ്തിരുന്ന ഇവിടെ നിന്നും ഇന്ന് പങ്കുവെക്കാനുള്ളത് ഉപജീവനത്തിനായി പൊരുത്തുന്നതിന്റെ പ്രതിസന്ധികൾ മാത്രം. ഇപ്പൊ ടൗണിലെ അവസ്ഥ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഒരു കടകൾ വരെ തുറക്കാൻ കഴിയുന്നില്ല. ഗവൺമെന്റ് കൃത്യമായിട്ടൊരു നോംസോ അതിന്റെ പോളിസി നമ്മളോട് പറഞ്ഞു തരുന്നില്ല. കടകൾക്ക് കറണ്ട് വേണം, ടൂറിസം മേഖല എങ്ങനെ മുന്നോട്ട് വേണം, ടാക്സിയുടെ ഉപജീവന മാർഗം വേണം, പ്ലാന്റേഷനിലെ തൊഴിലാളി ഏരിയയിൽ മുന്നോട്ട് വേണം. എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. നമ്മളെ പട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് അതിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലോസ് ആയതുകൊണ്ട് അങ്ങോട്ട് ടൂറിസ്റ്റ് ഒക്കെ അടഞ്ഞു കിടക്കുകയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ ജീവിതമാർഗം ആ ഒരു ടാക്സി ഫീൽഡായിരുന്നു. ഇപ്പോൾ അതില്ലാതായിട്ട് മാസങ്ങളായി. ഇപ്പോൾ പൊട്ടിയെന്ന് മുതൽ ഇന്ന് വരെ ഒരു ജോലിയില്ല. ഈ നാടിനെ അടയാളപ്പെടുത്തിയിരുന്ന സ്കൂൾ ഇന്ന് ഇവർക്ക് വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. ഞങ്ങൾക്ക് വേണ്ടതിപ്പോ ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ളൊരു സ്കൂൾ നിർബന്ധമായിട്ട് വേണം. അത് 1 മുതൽ 12 വരെയുള്ളൊരു സ്കൂളാണ്. +1 +2 ഒക്കെ ഉണ്ടായ ഒരു സ്കൂൾ അവിടെ ഈ വിദ്യാലയത്തിൽ ഉണ്ടായതാണ്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് ചിറ്റമ്മ നയമാണ്. ദുരന്തമുഖത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ പ്രതീക്ഷ ഏറെയുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വെറുതെയായി എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് പുതിയ സംഭവവികാസങ്ങൾ. ഒരു ദുരന്തമുണ്ടായാൽ അടിയന്തര ധനസഹായം അനുവദിക്കാൻ ഒരു കണക്കും ബാധകമല്ല. ത്രിപുരയിലടക്കം ഹിമാചലിലടക്കം ഈ കണക്കൊന്നും ബാധകമല്ലാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചത്. ആ ഒരു നിലപാട് പോലും കേരളത്തോട് കാണിച്ചില്ല. ഏതാണ്ട് 40 ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാനം ചെലവഴിച്ചത് എന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു തുക ചെലവഴിച്ച് പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയിട്ട് ഈ നാടിന് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്നുള്ളത് ഒരു ഗൌരവമുള്ള വിഷയമാണല്ലോ. ചൊവ്വാഴ്ച UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ഈ നാടിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതാണ്. മുണ്ടക്കൈ ദുരന്തത്തിന്റെ ആഴവും പരപ്പും ജനങ്ങളുടെ ദുരിതവും പ്രധാനമന്ത്രി നേരിൽ വന്നു കണ്ട് മനസ്സിലാക്കിയതാണ്. എന്നിട്ടും ഈ ദുരന്തത്തിൽ നിന്നും നാടിന് കരകയറാനുള്ള സഹായം കേന്ദ്രം നൽകിയില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടേത് വെറും കാഴ്ച കാണാനുള്ള സന്ദർശനമായി കാലം വിലയിരുത്തും. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.